ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 22, 23, 24 വാക്യങ്ങൾ ആമുഖമായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. സർവസൃഷ്ടിയും ഇന്നുവരെയും ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? 25-ാം വാക്യം. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ കാര്യം, സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടുകൂടിയിരിക്കുന്നു. നാം 20-ാം വാക്യം ചിന്തിച്ചു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ പരിണിതഫലമായി സകല സൃഷ്ടിയും ദ്രവത്വത്തിന് അധീനമാണ്, ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിന് അധീനമായി തീർന്നിരിക്കുന്നു. അതിൽ നിന്നുള്ളൊരു വിടുതൽ ലഭിക്കുമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സർവസൃഷ്ടിയും ഇന്നുവരെയും ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. നമുക്കറിയാം, മനുഷ്യന്റെ കാര്യം തന്നെ എടുത്താൽ രോഗമില്ലാത്ത മനുഷ്യരില്ല, ശാരീരിക ക്ഷീണമില്ലാത്ത മനുഷ്യരില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, 43 വയസ്സുള്ളപ്പോൾ ഏകദേശം 17 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഷുഗർ ആരംഭിച്ചു. അതുവരെയും വളരെ ആരോഗ്യത്തോടുകൂടി ഓടി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞും ഇതുവരെയും ദൈവം സഹായിച്ചു. 50 വയസ്സ് തികയ്ക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഷുഗർ വളരെ കൂടുതലായിരുന്നു. ഇരിക്കുമ്പോൾ ഉറക്കം വരിക, ശരീരത്തിന് ഭയങ്കരമായ ക്ഷീണം. എന്നാൽ വലിയവനായ ദൈവം 60 വയസ്സ് വരെയും സൂക്ഷിച്ചു. എന്നാൽ ബലഹീനമായ ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ കാണാൻ വരുന്ന, അല്ലെ എന്നെ നേരിൽ കാണുന്ന പലരും ചോദിക്കും, സഹോദരൻ വളരെ ക്ഷീണിതനാണല്ലോ, മുഖമൊക്കെ കണ്ണൊക്കെ അല്പം എൻ്റെ താഴ്ഭാഗം വീർത്തിരിക്കുന്നു, ഉറക്കം ലഭിക്കുന്നില്ലേ? അപ്പോൾ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്, എൻ്റെ ശരീരം ബലഹീനമാണ്. എന്നാൽ ഞാൻ ആത്മാവിൽ ബലമുള്ളവനായിട്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. കർത്താവ് വരും, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ള വചനം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ നാം കാണുന്ന കാര്യം, ആരോഗ്യവാന്മാരായ വളരെ ബലത്തോടുകൂടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പലരും പെട്ടെന്ന് മരണത്തിന് വിധേയമായി ആകുന്നതായി കാണുന്നു. അതിന് പല കാരണങ്ങൾ പലരും പറയുന്നുണ്ട്. കൊറോണയുടെ വാക്സിൻ എടുത്തുകൊണ്ടാണെന്ന് ചിലർ പറയുന്നു. ഹൃദ്രോഗത്താൽ ഒക്കെ മരിക്കുന്നവരെ കാണുന്നു. എന്താണെങ്കിലും ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ആയുസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് ചേരുവാനായിട്ട് പോകുകയാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ നാളുകളെ നാം എണ്ണുവാനായിട്ട് പഠിക്കണം. എന്നാൽ പ്രത്യാശയുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, നമുക്ക് ദ്രവിച്ചു പോകാത്ത തേജസ്സുള്ള ഒരു ശരീരം ലഭിക്കും. ആ ശരീരത്തിൽ നാം നിത്യകാലം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോകുകയാണ്. ഈ പ്രത്യാശയാണ് ദൈവമക്കളെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, സർവസൃഷ്ടിയും ഇന്നുവരെയും ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു.
അപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് പറയാൻ കഴിയത്തില്ല, അയ്യോ എനിക്ക് രോഗമാണ്, അയ്യോ മറ്റുള്ളവർക്ക് അങ്ങനെയില്ല. എല്ലാവർക്കും അവരുടേതായ പ്രയാസമാണ്. സൃഷ്ടികളെല്ലാം ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. എന്നാൽ നമ്മളുടെ പ്രത്യേകത എന്താണ്? 23-ാം വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് രക്ഷിക്കപ്പെടുന്ന ആളിൽ സംഭവിച്ചു. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. നാം ഇന്ന് കർത്താവിനോട് കൂടിയായിരിക്കും. എന്നാൽ എത്ര ബലമുണ്ടെന്ന് പറയുന്ന വ്യക്തിക്കും, എത്ര അതികായകനായ ശരീരമുള്ള വ്യക്തിക്കും അവന് ബലഹീനതയുണ്ടെന്ന് അംഗീകരിക്കുക. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കർത്താവിന്റെ വരവിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരുന്നവരെയും ഉള്ളിൽ ഞരങ്ങുന്നുവെന്നാണ് നാം വായിക്കുന്നത്. എന്നിട്ട് 24-ാം വാക്യം പറയുന്നു, പ്രത്യാശാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നു. എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. കാണാത്തതിനായി വിശ്വാസത്താൽ നാം കാത്തിരിക്കുകയാണ്. അവിടെ ഒരു വാക്യപ്രകാരം പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കുക. എന്നെ ശ്രമിക്കുന്ന പ്രിയരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. നമുക്ക് ക്ഷമയോടുകൂടി നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കേൾവിക്കാരായ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചില സത്യങ്ങൾ വേദപുസ്തകത്തിലുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.